ഇന്ന് ഞാനും മോളൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഈ ഡ്രസ്സ് ഞങ്ങൾ തയ്ച്ചതല്ല, വേറെ ആൾക്കാർ തയ്ച്ചത് ഞങ്ങൾ ട്രയൽ നോക്കുന്നതാണ്. എന്നാൽ ഞാൻ വെട്ടി തയ്ക്കുന്ന കാണിക്കുന്നുണ്ട്, ആ ഡ്രസ്സ് ഞാൻ ഫൈനൽ കാണിക്കുന്നുമില്ല. അതിനെന്താ റീസൺ എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. നമ്മൾ വെട്ടി തയ്ക്കുമ്പോഴേ നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ പറയണേ. ഈ ഡ്രസ്സ് ഉണ്ടല്ലോ വെട്ടി തയ്ച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിന് എന്തൊരു ഇഷ്ടമായി എന്നറിയോ. പക്ഷെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഡ്രസ്സ് ഒക്കെ ക്ലിയറൻസ് സെയിലുള്ളതാണ്. ജയ്പൂരി കോട്ടണിലുള്ള കുർത്തി സെറ്റുകളാണ്. ഹാഫ് കുർത്തീസിന് 350 റുപ്പീസും ഫുൾ ലെങ്ത്തിലുള്ളതാണെങ്കിൽ 450 റുപ്പീസാണ് വരുന്നത്. ലാർജ് സൈസും എക്സലും രണ്ടും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ DM ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ മാറ്റർ അതൊന്നുമല്ല. ഞാൻ വെട്ടി തയ്ച്ച ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടാണ്, ലെങ്ത് ഇല്ല, അതുപോലെ തന്നെ ഷോൾഡറും ഇല്ല, സ്ലീവും ഇല്ല. അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. പക്ഷെ എനിക്ക് നാട്ടുകാരെ കാണിക്കണം എന്നിട്ട് തോന്നിയില്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അത് എൻ്റെ ഫാഷനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. മോഡസ്റ്റി ആയിട്ടുള്ള ഒരു ഫാഷനെ ഞാൻ പ്രിഫർ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ബോഡിയുടെ കുറേ ഭാഗം എക്സ്പോസ് ചെയ്യുമ്പോൾ അതിൽ നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നുന്നതൊക്കെ സ്വാഭാവികം. പക്ഷേ മോഡസ്റ്റി ആയിട്ടുള്ള ഫാഷനും ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഡ്രസ്സിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അത് വെയർ ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ജനറലി അത് ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫാഷനാണ്, ട്രെൻഡാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രശ്നവും മോശമൊന്നും തോന്നുന്നില്ലെങ്കിൽ എല്ലാ ഡ്രസ്സുകളും ഇടുന്നതും ഭംഗി തന്നെയാണ്. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, അത്ര ആർട്ടിസ്റ്റിക്കലിയാണ്. ഓരോ മനുഷ്യനും ഡിഫറെൻറ്റാണ്. മുഖമാണെങ്കിലും ശരീരമാണെങ്കിലും എല്ലാം ഡിഫറെൻ്റായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. ദൈവം ഇത്ര ആർട്ടിസ്റ്റിക്കലി സൃഷ്ടിച്ച മനുഷ്യനെ നമ്മളുടെ ഡ്രസ്സ് കൊണ്ട് ഒന്നും കൂടി എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനറിൻ്റെ കോൺഫിഡൻസ് അതായിരിക്കും എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ വലിയ കഥ പറയണതിൻ്റെ ഇടയിൽ ഇതിലെ ഡ്രസ്സുകളെല്ലാം സെയിലിന് വെച്ചേക്കുന്നതാണ്, ക്ലിയറൻസ് സെയിലാണ്. എത്രയും പെട്ടെന്ന് എല്ലാവരും വാങ്ങിക്കുക. 350യുടെയും 450യുടെയും 750യുടെ ക്ലിയറൻസ് സെയിലല്ല. താങ്ക് യു.